എങ്ങോട്ടാ പൊക്കോണ്ടിരിക്കുന്നതെന്ന് കൂടുതൽ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ചിലപ്പോൾ ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഇവരായിട്ട് വന്ന് ഇനി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമായിരിക്കും, ഉറപ്പായിട്ടും പറയും. കാരണം ഇട്ട വീഡിയോകൾ തന്നെ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഇനി ഒരു കോംപ്രമൈസ് ആയി അങ്ങനെ വല്ലതൊക്കെ സംസാരിച്ച് വരുമായിരിക്കും ചിലപ്പോൾ മുന്നോട്ട്. പക്ഷെ ഇനിയും ഇവരുടെ ഒരു കുടുംബം പെർഫെക്റ്റ് ആയിട്ട് പഴയതുപോലെ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. രണ്ട് ഇപ്പം പ്രവീണിന്റെ വൈഫും കുട്ടിയായിട്ട് അവർ മാറുകയാണെങ്കിൽ മാറി അവർ സുഖമായിട്ട് ജീവിക്കട്ടെ. പ്രണവും അച്ഛനും അമ്മയും ഒന്നിച്ച് അവർ ജീവിക്കുകയാണെങ്കിൽ അവർ സുഖമായിട്ട് എല്ലാവരും ജീവിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇനിയും ഒന്നിച്ചിവരെ പഴയ പോലെ കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയാണെങ്കിലും നല്ലത് വരട്ടെ എല്ലാവർക്കും. ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങൾ ഇനി സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യാതിരിക്കുക. ചർച്ചയ്ക്ക് വന്നിട്ട് പിന്നെ നാട്ടുകാരെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നാട്ടുകാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളായിട്ട് തന്നെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നതാണ് നാട്ടുകാർക്ക്. ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ, ഇത് എങ്ങോട്ടാ പോകുന്നതെന്നല്ല. ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം കാര്യങ്ങൾ എല്ലാ ബോധമുള്ളവർക്കും മനസ്സിലായി കാണും. പിന്നെ ആ ഒരു ഓഡിയോയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇനി അതിനകത്തോട്ടൊന്നും വേണ്ട, മതി, എനിക്ക് അപ്പൊ എന്തായാലും ഞാൻ നിർത്തുകയാണ് ഈ ഒരു പരിപാടി. അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ പറ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഒരു കാര്യം കൂടെ നിങ്ങളോടങ്ങ് പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു. വേറൊന്നുമല്ല, പ്രവീണിന്റെ ഒരു വോയിസ് ക്ലിപ്പും കൂടെ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. അതിനകത്ത് വലുതായിട്ടൊന്നും പ്രവീൺ സംസാരിക്കുന്നില്ല, വലുതായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹം നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനോടാണ്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതിനകത്ത് ഇടപെട്ട് തുടങ്ങി. അതെന്തായാലും ഇടപെടുമല്ലോ, കാരണം സോഷ്യൽ മീഡിയയിൽ പ്രവീണിന്റെ ആ ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നു അത് കളയുന്നതിന് മുമ്പ് ഏകദേശം 64 ലക്ഷം ആളുകളും കണ്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ ഇടപെടും. പ്രത്യേകിച്ച് ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇടപെടുവടേ. അതിപ്പം പ്രവീണൊന്നും തന്നെ കേസ് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇടപെട്ട് പ്രണവകുട്ടനൊക്കെ വേണമെങ്കിൽ നല്ല മുട്ടം പണി കിട്ടുകയും ചെയ്യും, അകത്ത് പോവുകയും ചെയ്യും പ്രണവകുട്ടനും അച്ഛനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് എന്തായാലും പ്രവീൺ കേസുമായിട്ടൊന്നും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ചവിട്ടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് ഒന്നും കൂടെയൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചവിട്ടിയിട്ടൊന്നും ഇല്ല എന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പരാതി കൊടുക്കുന്നവരും ചിലപ്പോൾ പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ ചീറ്റലും പൊട്ടലുകളും ഒക്കെ രണ്ടുപേരുടെയും സൈഡിൽ കാണും. കുടുംബമാണല്ലോ, എല്ലാം കാണുമല്ലോ. അപ്പൊ എന്താണെങ്കിലും ഇനി അവരുടെ കുടുംബ പ്രശ്നം അവരായിട്ട് തന്നെ അങ്ങ് തീർക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇനി ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വരാൻ വലുതായിട്ട് അങ്ങോട്ട് താല്പര്യപ്പെടുന്നില്ല. ഇനി അല്ലെങ്കിൽ അതിന് മാത്രം വലിയ എന്തെങ്കിലും ഒരു കേസുമായിട്ട് ഇവര് വരട്ടെ, അപ്പൊ ഞാൻ ചർച്ച ചെയ്യാൻ വരാം. ഓക്കെ, അപ്പൊ ബൈ.